ഒരാളെ പുറത്തെടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്തരത്തിലാണ്? ഒരാളെ പുറത്തെടുത്തു. അത് ശുചിമുറി മാലിന്യം വരുന്ന വലിയ മാൻഹോളിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ ഒരാളെ പുറത്തെടുത്തിട്ടുള്ളത്. അഗ്നിരക്ഷാ സേന അല്പം മുമ്പാണ് താഴേക്ക് ഇറങ്ങുകയും ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ അവിടെ നിന്ന് ഓക്സിജൻ പാസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്ത് ഇപ്പോൾ ഒരാളെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവർ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ ഒരാളെ മാത്രമാണ് കിട്ടിയുള്ളത്. 2 പേർ കൂടി ഇതിലേക്ക് മാൻഹോളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരാളെ കാണാതെ വന്നതോടുകൂടിയാണ് 2 പേർ കൂടി തമിഴ്നാട് സ്വദേശികളാണ് ഉള്ളിലേക്ക് ഇറങ്ങിയത്. ഇവർ കോൺട്രാക്ട് ജോലിയിൽ കരാർ ജീവനക്കാരാണ്. അവർ പ്രൈവറ്റ് കോൺട്രാക്ട് ജോലിയിൽ ജോലി ചെയ്യുന്നവരാണ്. അതിൽ ഒരാളാണ് ആദ്യം ഈ മാൻഹോളിലേക്ക് ഇറങ്ങുകയും ഈ ശുചിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി പുറത്തേക്ക് ഇറങ്ങിയത്. ഈ വലിയ മാൻഹോളിൽ നിന്ന് ഏതാണ്ട് വലിയ ആഴത്തിലുള്ളൊരു കുഴിയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഒരു വലിയ ഹോട്ടൽ, അതായത് ഇടുക്കിയിലെ ടൗണിൽ തന്നെയുള്ള ഓറഞ്ച് ഹോട്ടൽ എന്നാണ് അതിന്റെ പേര്. ആ ഓറഞ്ച് ഹോട്ടലിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളിലാണ് ഇവർ അകപ്പെട്ടത്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 15-20 അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ഈ തൊഴിലാളികൾ താഴേക്ക് ഇറങ്ങുകയും പിന്നീട് അവിടെ നിന്ന് തൊഴിലാളികൾ ഒരാൾ കുടുങ്ങിയപ്പോൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റു 2 പേർ കൂടി പ്രദേശത്തേക്ക് പെട്ടെന്ന് ഈ മാൻഹോളിലേക്ക് പെട്ടെന്ന് ഇറങ്ങുകയും പിന്നീട് ഇവർ 3 പേരുടെയും ശബ്ദമോ അല്ലെങ്കിൽ പ്രതികരണമോ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് നമുക്ക് ഇവരെ കാണാതെ വന്നു അല്ലെങ്കിൽ ഇവരെ കണ്ടുകിട്ടിയില്ല എന്ന തരത്തിൽ അവർ പറയുകയും പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലെ ജീവനക്കാർ തന്നെ അഗ്നിരക്ഷാ സേനയെ അറിയുകയും കട്ടപ്പന ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തുകയും ചെയ്തത്. അവരാദ്യം വന്നപ്പോൾ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടറിൽ നിന്നുള്ള ഓക്സിജൻ പാസ് ചെയ്യുകയും അവരെ പുറത്തെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. ഇപ്പോൾ ഒരാളെ ലഭിച്ചിട്ടുണ്ട്. അവരെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ്. മറ്റുള്ള 2 പേരെയും ഉടൻ തന്നെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. രക്ഷാപ്രവർത്തനം അത്രത്തോളം ഊർജിതമായി നടക്കുന്നുണ്ട്. നഗരസഭയുടെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും 3 പേരാണ് ഈ ശുചിമുറി അല്ലെങ്കിൽ ശുചിമുറി മാലിന്യം വരുന്ന ഹോളിൽ, വലിയ മാൻഹോളാണ്, ആ മാൻഹോളിൽ അകപ്പെടുകയും അത് വൃത്തിയാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് വൃത്തിയാക്കാനായി ഏറെ രാത്രിയായ ശേഷമാണ് അവർ ഇറങ്ങുകയും ആദ്യം ഒരാൾ അകത്തേക്ക് ഇറങ്ങുകയും പിന്നീട് അത് വലിയ ആഴമുള്ള കുഴിയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തത്. മനസ്സിലാക്കിയ ശേഷമാണ് 2 പേർ ആദ്യം ഇറങ്ങിയ ആളുടെ പ്രതികരണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് മറ്റു 2 പേർ അങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്തത്. അപ്പോഴാണ് ഈ അപകടം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അവർക്ക് ശ്വാസം ലഭിക്കാതെ വരികയും വലിയ വിഷം വായുവുള്ള സ്ഥലമാണ്. സ്വാഭാവികം നമുക്കറിയാവുന്നതുപോലെ ശുചിമുറി മാലിന്യം വരുന്ന സ്ഥലമാണ് ഇത്. കട്ടപ്പനയുടെ നഗരസഭയുടെ ഓടയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ കട്ടപ്പനയുടെ ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഒരു ഓറഞ്ച് ഹോട്ടലിന്റെ ശുചിമുറി മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളുകളാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 3 പേർ ആദ്യഘട്ടത്തിൽ ഒരാൾ ഇറങ്ങി പിന്നീട് അയാളെ തിരക്കി ശബ്ദം പ്രതികരണങ്ങൾ വല്ലാതെ വന്നതോടെ മറ്റു 2 പേർ കൂടി അവിടെ ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് 3 പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെ ആ മാൻഹോളിന് സമീപത്ത് JCB കൊണ്ട് വലിയ തോതിൽ പെട്ടെന്ന് കുഴി, അവിടെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഈ JCB കൊണ്ട് വലിയ തോതിൽ കുഴി എടുക്കുകയും വൃത്തിയാക്കുകയും അല്ലെങ്കിൽ ആ കുഴി വലിയ തോതിൽ വൈഡൻ ചെയ്യുകയും വലുപ്പത്തിലാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഒരാളെ ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ്. അയാളെ എത്രയും പെട്ടെന്ന് അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അപകട സൂചനകൾ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായി മനസ്സിലാക്കും. കാര്യം ഇതൊരു ശുചിമുറി മാലിന്യം അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെ ശ്വാസം ലഭിക്കാത്ത അവസ്ഥയുണ്ടാവും, ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥയുണ്ടാവും. ആ ഘട്ടത്തിലാണ് അഗ്നിരക്ഷാസേന അവിടെ എത്തുകയും ഓക്സിജൻ ആദ്യം താഴേക്ക് ഓക്സിജൻ പൈപ്പ് ഇറക്കുകയും ഈ ഓക്സിജൻ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ അവിടെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. ആ നടപടികൾക്ക് ശേഷമാണ് പിന്നീട് അഗ്നിരക്ഷാസേനയുടെ ജീവനക്കാർ തന്നെ ഈ ഹോളിലേക്ക് അതിന് അനുബന്ധമായുള്ള മണ്ണ് മാറ്റിക്കൊണ്ട് അതിന്റെ പ്രദേശത്തുള്ള മണ്ണ് മാറ്റിക്കൊണ്ട് ആ കുഴി വ്യാപിപ്പിക്കുകയും ചെയ്തു, ആ മാൻഹോൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലേക്ക് ആളുകൾ കടക്കുകയും ഒരാളെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. അദ്ദേഹത്തെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങോട്ടേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് നൽകാൻ കഴിയുന്ന.